നമ്മുടെ ഗുരുവായൂർ നഗരസഭ നടത്താൻ വെച്ച നഗരസഭയുമായി ചേർന്ന് നടത്താൻ തീരുമാനിച്ച ഫുട്ബോൾ ബിഗ് സ്ക്രീനിലുള്ള പ്രദർശനം നടക്കില്ല എന്നുള്ള ഇതിലാണ് പോണത്. ഗുരുവായൂരിലെ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം തടസ്സപ്പെടുത്തി ഫുട്ബോൾ പ്രേമികളെ തോൽപ്പിക്കാൻ UDF ശ്രമിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൗൺസിലിന്റെ അധികാരത്തെ മറികടന്നാണ് സെക്രട്ടറിയുടെ പ്രവർത്തനമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൗൺസിലിന്റെ താഴെ തന്നെയാണ് ഉദ്യോഗസ്ഥർ. ഇതിപ്പോ കോൺഗ്രസിന്റെ ഒരു കളിപ്പാവയായിട്ട് സെക്രട്ടറി മാറിയിട്ട് നടത്തില്ല എന്നുള്ളൊരു വാശി പോലെയാണ്. സെക്രട്ടറി ഇതിലെ അജണ്ടയിൽ കുറിപ്പ് നഷ്ടമാണെന്നുള്ള എഴുതിയിട്ടുണ്ടെങ്കിലും എങ്കിലും ഗുരുവായൂർ നഗരസഭ ഐക്യകണ്ഠേന ഇത് നടത്താൻ പാസ്സാക്കിയെന്ന് വേണ്ടി എഴുതാ ചെയർപേഴ്സൺ, എന്നിട്ട് ഒപ്പിട്ടാൽ മതി. അപ്പം അന്ന് ശൈലജ ഉണ്ടായിരുന്നില്ല. അപ്പം ശൈലജ വന്ന് 25-ാം തീയതി നമുക്ക് അത് ഒപ്പിട്ടിട്ട് കൊടുക്കാമെന്നൊക്കെ തീരുമാനം പറഞ്ഞു പോയ ആളാണ്. അതായത് ഓഡിറ്റ് വരുമ്പോൾ സെക്രട്ടറിയുടെ തലയ്ക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെയ് 27 ചേർന്ന കൗൺസിൽ ഐകകണ്ഠ്യേന അംഗീകരിച്ച അജണ്ടയിലെ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ UDFന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സെക്രട്ടറി നിലകൊള്ളുന്നതെന്ന് ചെയർപേഴ്സൺ ആരോപിച്ചു. അസാധാരണമാംവിധം മിനിറ്റ്സിൽ തൻ്റെ കുറിപ്പ് ചേർത്ത് മിനിറ്റ്സ് ഇറങ്ങാതിരിക്കുവാൻ സെക്രട്ടറി ബോധപൂർവ്വം ശ്രമിച്ചുവെന്നും കൗൺസിലറായ ബഷീർ പൂക്കോട് നൽകിയ കത്ത് ചട്ടവിരുദ്ധമായി സെക്രട്ടറി സ്വീകരിച്ചുവെന്നും ചെയർപേഴ്സൺ കുറ്റപ്പെടുത്തി. സെക്രട്ടറി നഗരകാര്യ ജോയിന്റ് ഡയറക്ടർക്ക് നൽകിയ കത്തും ജോയിന്റ് ഡയറക്ടറുടെ മറുപടിയും അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. കുന്നംകുളം നഗരസഭ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ ടൗണുകളിൽ ഫുട്ബോൾ പ്രദർശനം കാണിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി. കൗൺസിലിലെ ഐക്യകണ്ഠേന പാസ്സാക്കിയ സംഭവം സെക്രട്ടറി മിനിറ്റ്സ് തരാൻ വേണ്ടിയിട്ട് നേരം വൈകിയെന്ന് വെച്ചാൽ അതിന്മേ ഒരു കുറിപ്പ് ആൾക്കാരിൽ അഭിപ്രായം എഴുതാൻ പാടില്ല. അജണ്ടയിൽ എന്തും എഴുതാം, പക്ഷേ ഇതിലൊരു അഭിപ്രായം എഴുതി അപ്പോൾ അത് നമുക്ക് അപ്രൂവൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അഭിപ്രായം എഴുതിയാൽ പിന്നെ ഒരു കൗൺസിലറുടെ ലെറ്ററിൻ്റെ ഭാഗമായിട്ട് ആ ലെറ്റർ വെച്ചിട്ടാണ് പിന്നെ അതും വിഷയങ്ങളുണ്ടായത്. പിന്നെ അത് വെച്ചിട്ട് ഇപ്പോൾ JDക്ക് ലെറ്റർ അയച്ചിട്ട് ഇപ്പോൾ JDയിലോ ലെറ്റർ തിരിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിലും ഇത് കൊടുത്തിട്ടുണ്ട്. പോലീസ് അവിടെ പിന്നെ CI വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ JDക്ക് ഇപ്പം നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. JDക്ക് അത് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് JDക്ക് അങ്ങനെ ഒരു ലെറ്റർ തരാനുള്ള ഇതില്ല. ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്താൻ നിയമത്തിനകത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്നും നടക്കാതെ വന്നാൽ ഫുട്ബോൾ പ്രേമികളോട് UDF ചെയ്ത വലിയ പാതകമായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുമെന്നും പറഞ്ഞു. ഇനി നിയമപരമായി ഏതെല്ലാം രീതിയിൽ പോകാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ നോക്കും. പരമാവധി കായിക പ്രേമികളെ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് നഗരസഭ വരുന്നത്. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായി V അനൂപ്, AT ഹംസ, ഷാനി റജി, ബിന്ദു അജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.